ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റാനായിട്ട് താല്പര്യപ്പെടുന്നു, നല്ലൊരു പേരിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പേരുകൾ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനൊരു പേര് ഒരാൾ സജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ബൈ ഗൗതം എന്നാണ്. അപ്പോൾ അത് ഒരു കമൻറ്റിലൂടെ അല്ല, പേഴ്സണലി ഒരു കോളിലൂടെ വന്നിട്ട് ഒരു പേരാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞൊരു പേരാണ്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് എന്തോ ഒരു ഇഷ്ടം തോന്നിയ പേരിനോട്. അപ്പോൾ സ്റ്റോറി ബൈ ഗൗതം എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും എല്ലാം നമ്മൾ ജി കേബിളും എന്ന് പറഞ്ഞൊരു പേര് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റോറി ബൈ ഗൗതം. അപ്പോൾ എന്തായാലും എനിക്ക് ആ പേരോട് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഒരുപാട് പേര് വെറൈറ്റി പേരുകളൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ലേ നമുക്ക് നല്ല നല്ല പേരുകളൊക്കെ പറഞ്ഞു തരണം. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ വീഡിയോൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാടാനപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റോഡിൻ്റെ താഴെത്തട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ നടന്ന് അല്ലെങ്കിൽ ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന ഒരു പ്രതലം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നു. കാരണം വെച്ചാൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരാണ് പറഞ്ഞത്, ബ്രോ ആകാശത്തു നിന്നുള്ള കാഴ്ചകളൊന്ന് മാറ്റിയിട്ട് താഴെ എന്തൊക്കെയാണെന്ന് കൂടുതൽ കാണാനായിട്ടുള്ള ഇതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ചെറിയ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് കാഞ്ഞാണി, തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റോഡിൻ്റെ ആ ഒരു ഭാഗം നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വരുമ്പോൾ വാടാനപ്പള്ളി സെൻറ്റർ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ ഏകദേശം നടുക്കെന്ന് വേണമെങ്കിൽ പറയാമല്ലോ, കണ്ടച്ചാങ്കടവ് വാടാനപ്പള്ളിക്ക് നടുക്കായിട്ടാണ് നമ്മുടെ NH66 വർക്കുകൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം, അണ്ടർപാസ് കാണാം അല്ലേ. 1 2 3 4 തൂണുകളാണ്. മൊത്തം തൂണുകളാണ് പറയണമെങ്കിൽ അധികം ഉണ്ട് കേട്ടോ. അപ്പം വൺ സൈഡ് നമുക്ക് എണ്ണുമ്പോൾ 4 തൂണുകളാണുള്ളത്. അപ്പോൾ ഓൺ വോയിസ് ആണ് വരുന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നറിയാം. എന്നാൽ പോലും എന്തൊക്കെ നമ്മുടെ വാടാനപ്പള്ളി അണ്ടർപാസിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ 2 4 6 8 10 12 14 16 തൂണിലാണ് നമ്മുടെ ഈ അണ്ടർപാസ് നിൽക്കുന്നത്. ഇതേ ഗ്രേ കളറ് നമ്മുടെ NH66 കളറ്, അതേപോലെ തന്നെ അടിയിൽ ബ്ലൂ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരു വലിയ ടോറസ് വരുന്നുണ്ടല്ലേ, കൽപ്പൊടി ഇപ്പോൾ ഒരുപാട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, ദേ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ കണ്ണൂട്ടുകളൊക്കെ പുട്ടി വെച്ച് അടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അവർ അക്കോമഡേഷനും കാര്യങ്ങളുണ്ട്. അതേപോലെ 2 സൈഡിലും ഇതൊക്കെ നമ്മുടെ റീറ്റൈനിങ് വാളുകൾ കെട്ടുന്നുണ്ടല്ലേ. റീറ്റൈനിങ് വാളുകൾ കെട്ടി നമ്മുടെ ജിയോ ഷീറ്റുകളൊക്കെ വിരിച്ച് കൽപ്പൊടിയൊക്കെ അടിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴി എന്തോരം പോകാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്നാൽ നമുക്ക് പോയി നോക്കാം കേട്ടോ, പട്ടണ വഴികൾ നമുക്ക് പോയി നോക്കാം. ഇതിപ്പോൾ നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ടാണ് നമ്മുടെ വിഷ്വൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സൈഡിലായിട്ട് ബോക്സ് ടൈപ്പ് റീറ്റൈനിങ് വാളുകളുടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലോട്ട് കാണാനായിട്ട് ഈ ഒരു യാത്രയിൽ നടക്കുന്നതല്ല. കാരണം വെച്ചാൽ ഉള്ളിലെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോൺ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തോരം ദൂരം അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് എന്തായാലും കാറ് പോകുന്നൊരു ദൂരത്ത് പോയിട്ട് ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതൊക്കെ വാടാനപ്പള്ളി നമുക്കറിയാമല്ലോ, ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കൂടുതലും പറമ്പിലൂടെ എന്ന് വെച്ചാൽ നമ്മുടെ അധികം വീടുകളും ഭാഗങ്ങളൊന്നും പോകാത്തൊരു ഏരിയയാണ് ഈ അലൈൻമെൻറ്റിന് വേണ്ടി സർക്കാർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മുടെ അധികാരികൾ, നാഷണൽ ഹൈവേ അധികാരികൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. റോഡ് മാർഗം എപ്പോഴും അതേപോലെ തന്നെ റെയിൽവേ ആയാലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് അലൈൻമെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റസ്റ്റ് വേ ആണ് നോക്കുന്നത് കേട്ടോ. ഏറ്റവും വളവുകളും തിരിവുകളും ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നേർക്ക് പോകാം എന്നുള്ള രീതിയിലാണ് സർക്കാർ വേ കണ്ടെത്തുന്നത് കേട്ടോ. അങ്ങനെ വാടാനപ്പള്ളി അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ റീറ്റൈനിങ് വാളിന് വേണ്ടിയുള്ള നമ്മളെന്താ പറയുക, മതിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വീടിൻ്റെ സൈഡിൽ ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു വാള് കിട്ടുമല്ലോ. അപ്പോൾ അതേപോലെ ചെറിയൊരു PCC ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ചെറിയ കമ്പിയൊക്കെ ഇട്ട് ചെറിയ ബെൽറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് റീറ്റൈനിങ് വാളുകൾ വരാൻ പോകുന്നത്. അപ്പോൾ നോക്കി ആ ഒരു ഭാഗത്ത് എന്ന് പറയുക കത്തനെ കുറ്റി വെച്ചേക്കൊണ്ടാണ് കേട്ടോ. ഒരുപാട് ബാരൽ ടാറിൻ പാട്ടകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ വർക്കിന് വേണ്ടിയായിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു NH66 ഭാഗമായിട്ട് ഇത്രയും യാത്ര ചെയ്തപ്പോഴും ഇതേപോലെ ഇങ്ങനൊരു ഐറ്റം ഇങ്ങനെ കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ചിരിക്കുന്നൊരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാടെണ്ണുണ്ട് കേട്ടോ, ബാരലുകൾ ഇഷ്ടംമാരാണ് അവിടെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സർവീസ് കൊണ്ട് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കൽപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂടിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ബാരലുകൾ ഇരിക്കണം നോക്കിയേ, ഒരു വമ്പൻ KGF സെറ്റപ്പ് തന്നെ അല്ലേ. ഇപ്പോൾ നമ്മളെ തളിക്കുളം കലാഞ്ഞി എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് സൈൻ ബോർഡുകളിലൊക്കെ
അപ്പോൾ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നാലും ഈ ഭാഗികമായിട്ട് ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൈഡിലായിട്ട് ക്രാഷ് ബാരിയർ സാധനങ്ങളൊക്കെ വാർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ സൈഡിലിങ് ഡ്രൈനേജിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കോൺക്രീഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നോക്കിയാൽ തന്നെ കാണാം. നമുക്ക് ഈ വഴി ഇപ്പം നമ്മൾ വാടാനപ്പള്ളി വടക്കോട്ട് വന്നിട്ട് മറ്റൊരു മെയിൻ റോഡ് പിടിച്ചിട്ടാണ് തിരിച്ച് വാടാനപ്പള്ളിയിലോട്ടുള്ള റോഡ് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു വഴി പോകുമ്പോഴും വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാനായിട്ടാണ് നമ്മൾ ഈ ഒരു വഴി കറങ്ങി വന്നിട്ടുള്ളത്. ചെറിയൊരു അല്ലേ റോളർ പോകണണ്ട വൈബ്രേറ്റ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര ഈ ഒരു വഴി വരെയും നമുക്ക് സാധ്യമായിട്ടുള്ളൂ. കാരണം ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകളിലെ വർക്കുകൾ റൈറ്റ് സൈഡിൽ മാത്രമേ ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ലെഫ്റ്റിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ക്രാഷ് ബാരിയർ എന്തായാലും ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ തന്നെ കാണാൻ നിങ്ങൾക്ക് സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നിർത്തിയാണ് ക്രാഷ് ബാരിയർ വാർക്കാനുള്ള പരിപാടികൾ കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കുഞ്ഞ് അണ്ടർ പാസ്സാണെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങി ഒന്ന് നോക്കാം. നോക്കിയാൽ തന്നെ കാണാട്ടെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകളുടെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ടാറിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ മാത്രമേ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ടോപ്പിലോട്ടായിട്ട് കൽപ്പൊടി സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ മെറ്റൽ സാൻഡോട് കൂടിയ ടൈപ്പ് ഉണ്ടല്ലോ PCCക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റം കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് റോളർ ചുരുട്ടുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ഇനി റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം റോഡിൻ്റെ വരവ് വരുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തും ഞാൻ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നോക്കിയാൽ തന്നെ കാണാം ഡ്രൈനേജിൻ്റെ വർക്കുകൾ പോലും കഴിഞ്ഞിട്ടില്ല. എന്തായാലും റൈറ്റ് സൈഡിൽ സർവീസ് റോഡിന് കുറച്ച് വീതി കൂടുതൽ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ ചിലർ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ സർവീസ് റോഡിൻ്റെ വീതി ഒറ്റ അളവായിരിക്കും റോഡിന്. പക്ഷേ അല്ല കേട്ടോ, പല സ്ഥലങ്ങളിലും ചെറിയ വീതി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് പറഞ്ഞതിലും വിട്ട് ചെറിയ വീതി കുറവുകളൊക്കെ പല ഭാഗങ്ങളിലുണ്ട് കേട്ടോ സർവീസ് റോഡിന്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഏരിയയൊക്കെ നോക്കുകയാണെങ്കിൽ ചില ഭാഗത്ത് സർവീസ് റോഡിന് വളരെ വീതി കൂടുതൽ തോന്നിയിട്ടുണ്ട്. അതേപോലെ ഇടമുട്ടം ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിന് വീതി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കുറച്ച് ഉയരത്തിലാണ് കാണുന്നത് പ്രതലം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴിയിലൂടെ അങ്ങോട്ട് നടന്ന് നോക്കാം. അപ്പോൾ എന്തായാലും അണ്ടർ പാസ് ആണോ അല്ലെങ്കിൽ കനാൽ പാസ് ചെയ്യാനുള്ള ഡ്രൈനേജ് ടൈപ്പ് ആണോ എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ആ ഒരു വഴിയിലോട്ട് നടന്നു പോകട്ടെ. എന്തായാലും നല്ല ചാറ്റിൽ മഴ കിട്ടിയോണ്ട് തന്നെ റൈറ്റ് സൈഡിലൊക്കെ കുറച്ച് തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതൊരു അണ്ടർ പാസ് തന്നെയുണ്ട്, ഒരു ചെറിയൊരു അണ്ടർ പാസ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് തന്നെയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഡ്രൈനേജിൻ്റെ അങ്ങനെ എന്തെങ്കിലും വഴിയായിരിക്കും വിചാരിച്ചു. അല്ലെങ്കിൽ റീറ്റേൺ വാളുകൾ ഹൈവേയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും അലൈൻമെൻറ്റിൽ ചെറിയ ഹൈറ്റൊക്കെ കൂട്ടി പണിയാറുണ്ട്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസ് ഉണ്ട്, അതിൻ്റെയാണ് ഈ ഒരു ഹൈറ്റ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കിയാൽ നമുക്ക് കാണാം വാടാനപ്പള്ളിക്കും ഈ ഒരു സ്റ്റോപ്പിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഒരു അണ്ടർ പാസ് കൂടി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് പുല്ലാമ്പുഴ അണ്ടർ പാസ് ആണ് കേട്ടോ. പുല്ലാമ്പുഴ അണ്ടർ പാസ് അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ മുന്നേ വന്നപ്പോൾ സർവീസ് കൊണ്ട് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ അതേ മദ്യയിലൊക്കെ കെട്ടിയ ആൾക്കാർ വൃത്തിയാക്കി വരുന്നുണ്ട് അല്ലേ. ആദ്യം വന്ന സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ പൊടി പിടിച്ച് ഈ വാഴയൊക്കെ ഒന്ന് മഴ പെയ്തപ്പോൾ കളറായിട്ടുണ്ട് കേട്ടോ. മൊത്തം കൽപ്പൊടി അടിച്ച് സെറ്റാക്കിയിരിക്കുന്ന. അപ്പോൾ പുല്ലാമ്പുഴ കഴിഞ്ഞാൽ പുളിയന്തുരുത്തി എന്നാണ് നമ്മുടെ വാടാനപ്പള്ളിക്കും ഇതിനിടയിലുള്ള ഒരു അണ്ടർ പാസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഭാഗികമായിട്ട് കാണാമല്ലേ രണ്ട് കൂന്ന് പോലെ. അപ്പോൾ അതാണ് പുളിയന്തുരുത്തി അണ്ടർ പാസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് ടൈം വന്നതിന് വിട്ട് ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പൊന്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ അണ്ടർ പാസിൻ്റെ പൊക്കത്തിലോട്ട് റീറ്റൈനിങ് വാളുകൾ പൊന്തി ഇതേക്ക് അതിൻ്റെ മുകളിലൊരു ചെറിയ PCC കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇതേ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വർക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അതേക്ക് മെറ്റലും സാധനങ്ങളൊക്കെ വന്ന് ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു സംഭവം ഇവിടെ നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് JCB കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിരത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിരത്തി അടിച്ച് പവറായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫസ്റ്റ് കോട്ട് ടാറിങ്ങിൻ്റെ വർക്കുകളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വാടാനപ്പള്ളി നമുക്ക് എന്താണ് പുല്ലാമ്പുഴ പുളിയന്തുരുത്തി അണ്ടർ പാസ് വിട്ടിട്ടുണ്ട്. അതിനുശേഷം പുല്ലാമ്പുഴ വരെ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടി എത്തുന്ന രീതിയിൽ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. സമയം ഇപ്പോൾ 2 മണി കേട്ടോ, നല്ല വെയിലുള്ളൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ നമ്മളവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നല്ല താഴ്ത്തിയാണ്. ഈ ഒരു ക്രോസ് ആയിട്ട് കിട്ടിയേക്കുന്ന ഡ്രൈനേജ് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാവും മഴ പെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ
വെള്ളക്കെട്ട് വരുമോ അല്ലെങ്കിൽ വെള്ളം പാസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയറിയാം. പല ഭാഗങ്ങളിലും നമ്മുടെ തോടിനേലും വിട്ട് ഹൈറ്റ് കൂട്ടി നമ്മുടെ ഇങ്ങനെയുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ പൊളിച്ചു പണിയുന്ന ചില പ്രവൃത്തികളൊക്കെ കാണുന്നുണ്ട്. കൂടുതലും നമ്മുടെ കൊടുങ്ങല്ലൂർ എടപ്പള്ളി റീച്ചായ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങനത്തെ ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളത് കേട്ടോ. നമുക്കൊന്നും എന്തായാലും ആ ഒരു വഴി പോകാനായിട്ട് പറ്റില്ല കേട്ടോ. അതെ, ഇമാതിരി വണ്ടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് അതിലൊക്കെ വന്ന് കയറി അല്ലേ ഒരു ചെറിയ ഓഫ് റോഡൊക്കെ അടിച്ച് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു ഫോർച്യൂണർ വരുന്ന വരവാണ് കാണുന്നത് കേട്ടോ. പുല്ലാമ്പുഴ അണ്ടർപാസ് കഴിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് റോഡിന് ക്രോസ് ആയിട്ടൊരു റോഡ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ അണ്ടർപാസ് വരുമോ വരില്ലേ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും. അപ്പോൾ ഈ ഒരു റോഡ് സർവീസ് റോഡ് കൂടി പോയിട്ട് മറ്റെവിടെയെങ്കിലും അണ്ടർപാസിൽ പോയി ക്രോസ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്ത് കൂടെ ഞാൻ കാണിച്ചല്ലോ നേരത്തെ ഫോർച്യൂണർ പോകുന്ന അങ്ങനത്തെ കുറച്ച് വണ്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ യാത്ര ചെയ്യാട്ടെ. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. രണ്ട് സൈഡിലായാലും സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഡ്രൈനേജിൻ്റെ വർക്കുകൾ വരെ ഭാഗികമായിട്ടാണ് നീങ്ങുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം മെയിൻ ഹൈവേയുടെ വർക്കുകളൊക്കെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൽപ്പൊടി മെറ്റീരിയലൊക്കെ കൊണ്ടുവന്ന് അടിച്ചെറിയിട്ട് വെള്ള ഹൈറ്റൊക്കെ കൂട്ടി സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നതല്ലേ. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ കലാഞ്ഞി തന്നെ ഉണ്ടാവും. നമ്മൾ നേരത്തെ വന്ന ആ ഒരു വഴി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരും അത് തന്നെയാണ്. ഇപ്പോൾ ഈ വണ്ടികൾ പോകുന്ന റോഡുണ്ടല്ലോ അത് നമ്മുടെ ഹൈസ്കൂൾ റോഡ്, ഹൈസ്കൂൾ പടി നമ്മുടെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ഈ ഒരു ഹൈവേ ചെന്ന് മുട്ടുന്നത് കേട്ടോ. ഹൈസ്കൂൾ പടി എത്തുമ്പോഴാണ് നമ്മുടെ ഈ റോഡ് വീണ്ടും പഴയ ഹൈവേ ആയിട്ട് ടച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സർവീസ് കൊണ്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല, ഡ്രൈനേജുകളുടെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല, ഒക്കെ ഭാഗികമായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല സ്പീഡിൽ ഈ ഒരു ഭാഗത്ത് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചിട്ടാ ഈ ഒരു ഭാഗത്ത് ഇപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു റോഡ് ഇങ്ങനെ കെട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അടഞ്ഞു പോലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർവീസ് റോഡ് കൂടി വരേണ്ടി വരും. അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അണ്ടർപാസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും ഈ കലാഞ്ഞി എന്ന് പറഞ്ഞ ഭാഗം അടഞ്ഞു പോകാനാണ് ചാൻസ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ബ്ലോക്ക് കടവ് ആ ഒരു ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വഴിയെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ നമ്മുടെ വണ്ടിക്ക്. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കലാഞ്ഞി എന്ന് പറഞ്ഞ ഭാഗം. ഇത് ഹൈസ്കൂൾ പടി എന്ന് വെച്ചാൽ വാടാനപ്പള്ളിയിൽ നിന്ന് തെക്കോട്ടുള്ള റോഡ്. ഈ റോഡ് നേരെ വാടാനപ്പള്ളിക്കുള്ള റോഡ്. നമ്മൾ ക്രോസ് ചെയ്തിരുന്ന റോഡ് മുറ്റിച്ചൂർ ആ റൂട്ടാണ് കേട്ടോ. മുറ്റിച്ചൂർ ബ്ലോക്ക് കടവ് ആ റൂട്ട്. ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈസ്കൂൾ റോഡോ അല്ലെങ്കിൽ നമുക്ക് തളിക്കുളം നാട്ടിക നമുക്ക് എന്തായാലും ആ ഒരു വഴിയിലോട്ട് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തളിക്കുളം മുറ്റിച്ചൂർ റോഡാണ് കേട്ടോ. തളിക്കുളം മുറ്റിച്ചൂർ റോഡ് കുറച്ച് മോശം റോഡാണ്. നമ്മൾ തളിക്കുളത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതേ കയറി വരുമ്പോൾ തന്നെ കാണാം റീറ്റെയിനിങ് വാളുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് പോയി കാണാം കേട്ടോ. അതായത് നമ്മൾ തളിക്കുളം അണ്ടർപാസിന് അടിയിലൂടെ യാത്രയാവുകയാണ്. തളിക്കുളം അണ്ടർപാസിൻ്റെ അല്ലേ പെയിൻറ്റിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റീറ്റെയിനിങ് വാളുകൾ രണ്ട് സൈഡിലും കൊണ്ടുവന്ന് മുട്ടിക്കുന്ന പ്രവർത്തനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തളിക്കുളത്ത് നിന്ന് നമ്മുടെ വാടാനപ്പള്ളിച്ചൽ തെക്ക് നിന്ന് വടക്കോട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വിഷ്വൽ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹൈസ്കൂൾ റോഡ് ആ ഒരു ഭാഗത്താണ് നമ്മൾ ലാസ്റ്റ് കലാഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ റോഡ് വന്ന് മുട്ടുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് നമുക്ക് റിട്ടേൺ അപ്പുറത്തെ സൈഡിലൂടെ വരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വീതി ഞാൻ പറഞ്ഞില്ലേ പൊതുവെ ഒരു ഇത്തിരി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ റീറ്റെയിനിങ് വാളുകളുടെ വർക്ക് കഴിഞ്ഞു. മോളിൽ ചെറിയ ഇനി നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രമാണ് ഭാഗികമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അണ്ടർപാസ് ഇങ്ങനെ ഇറങ്ങി വന്ന് ശരിക്കും ഒരു എന്താ പറയുക ഒരു യു ഷേപ്പ് അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് എന്നൊക്കെ പറയാം. ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ വീണ്ടും അടുത്തൊരു അണ്ടർപാസ് നമ്മുടെ ഹൈസ്കൂൾ പടി ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മുടെ ഈ റോഡ് ചെന്നെത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സർവീസ് റോഡിലാണ് ഇപ്പോൾ നമ്മുടെ പഴയ ഗതാഗതം കാര്യങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അണ്ടർപാസിൻ്റെ അടുത്തോട്ട് എത്തിപ്പെടാം. അങ്ങനെ നമ്മളിതാ ഹൈസ്കൂൾ പടി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കലാഞ്ഞി എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ വർക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി സൈഡിലായിട്ട് ക്രാഷ് ബാരിയറും അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കാണ് ഇനി മുകളിലേക്കാണ് ഭാഗികമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും റൈറ്റിലോട്ട് തിരിയേണ്ടതാണ്. നമ്മുടെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വഴിയല്ലേ നമ്മുടെ ഹൈസ്കൂൾ പടി അണ്ടർപാസ്.
ഹൈസ്കൂൾ പടി ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡും ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പൂർണ്ണമായിട്ട് റിട്ടേൺ വാളുകളുടെ ഹൈറ്റുകളൊക്കെ പൊന്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ എന്താ പറയുക വടക്ക് നിന്ന് തെക്കോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഹൈസ്കൂൾ പടി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ കൊടുങ്ങല്ലൂർ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിട്ടേൺ വാളുകൾ ഈ ഒരു ഭാഗത്ത് ഹൈറ്റ് കൂട്ടി പണിത് വരുന്നതേ ഉള്ളൂ. ക്രാഷ് ബാരിയർ പൊക്കി വെക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെന്താവോ ഇനി വല്ല കേബിളോ വല്ലൊക്കെ കുഴിച്ചിടാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തുമ്പോൾ നല്ല വീതി ഉണ്ടല്ലേ, റോഡിന് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ തിരിച്ച് നമ്മൾ തളിക്കുളം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തളിക്കുളം ഒരു റൗണ്ട് അടിച്ചല്ലേ, ഹൈസ്കൂൾ പടി അണ്ടർപാസ് അങ്ങനെ പോയി റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതേ തെക്കോട്ട് തന്നെയാണ് നമ്മുടെ യാത്ര. വടക്ക് നിന്ന് തെക്കോട്ട് ഇനി നമുക്ക് അടുത്ത ആ ഒരു ഭാഗങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ റീറ്റെയിനിങ് വാളുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, മണ്ണടിച്ച് കൂട്ടിയിട്ടേക്കുന്നു. റൈറ്റ് സൈഡിൽ പൂർണ്ണമായിട്ടും വർക്കുകൾ ഒരുവിധം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം കേട്ടോ. സർവീസ് റോഡിൻ്റെ റീറ്റെയിൻ വാളുകളുടെ ഹൈറ്റ് കൂട്ടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്ലോവിലാണ് വർക്കുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും റൈറ്റ് സൈഡിലെ അപേക്ഷിച്ച് ഈ ഒരു ഭാഗത്ത് സ്ലോവിലാണ്. അപ്പോൾ അതേ ഈ ഒരു ഭാഗത്തുമ്പോൾ ഭൂമിയിലോട്ട് ലാൻഡ് ആവുന്നുണ്ട്. നമ്മുടെ ഹൈറ്റ് കുറഞ്ഞ് അവിടെ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ റോഡ് ഇങ്ങനെ പോകാനുള്ള സർവീസ് റോഡ് ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നു. നമ്മുടെ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ആയിട്ട് ഈ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് മാത്രം ആ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ഭാഗം നമുക്ക് കാണാം. നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ടോൾ പ്ലാസയുടെ അടുത്തോട്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സർവീസ് റോഡ് മാർഗം നമ്മുടെ എന്താ പറയുക നാട്ടിക ഭാഗമാണ്. നമ്മുടെ യൂസഫ് ബായുടെ കോട്ടമേലിൻ്റെ പരിസരം പണ്ടൊക്കെ ലുലു ഇൻ്റർവ്യൂ നടന്നിരുന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു ഭാഗത്താണ് അവരുടെ വെയർ ഹൗസ് എന്നൊക്കെ പറയണത്. ആ കാണുന്ന റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ആ ഒരു ഭാഗത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോൾ പ്ലാസയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ വർക്കുകൾ ഏകദേശം ഫിനിഷായി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിലുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ അണ്ടർപാസ് ആണ് തൃശ്ശൂർ ജില്ലയുടെ ടോൾ പ്ലാസയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ കൂട്ടിയല്ലേ, പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം പില്ലറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോഡ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് കൂടി തന്നെ ഉണ്ടാ. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂസഫ് ബായുടെ മതിലൊക്കെ പൊളിച്ച് അതേപടി തന്നെ വളരെ വേഗത്തിൽ പുനഃസ്ഥാപിച്ച ഒരു പ്രവർത്തനമൊക്കെ നമുക്ക് ഈ ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ മുന്നേ വന്നൊരു കേട്ട ഉണ്ടാവും. കാരണം വെച്ചാൽ നിലവിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു മതിൽ പൊളിച്ചെന്ന് നമുക്ക് തോന്നില്ല. ആ രീതിയിലാണ് മതിൽ പൊളിച്ച് വളരെ വേഗത്തിൽ തന്നെ അവർ റീസെറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇങ്ങനെ പോവുകയാണ്. അടിയൊക്കെ പറയാനുണ്ട് മക്കളെ, ഒരു രക്ഷയില്ല. നമുക്കെന്തായാലും ഈ ഒരു മച്ചാനെ വെച്ചിട്ട് നമുക്ക് വീടെടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. അടിയൊക്കെ നൈസായിട്ട് പറയും മക്കളെ. അപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ 6 ലൈൻ റോഡ് ഏകദേശം റെഡി ആയ പോലെ ഒരു ഫീൽ അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ, കാരണം ചില റൈറ്റ് സൈഡിലൊക്കെ നമ്മുടെ ക്രാഷ് ബാരിയറും കുറച്ച് ഡിവൈഡർ സംഭവങ്ങൾ റിട്ടേൺ വാളുകളൊക്കെ കയറ്റി വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ റോഡ് നല്ല സ്മൂത്താണ് കേട്ടോ. എന്തായാലും ഭയങ്കര ഒരു ഫിനിഷിങ് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ കച്ചറകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് എടുത്ത് കളഞ്ഞ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ തന്നെ അത്യാവശ്യം റോഡ് നൈസാവട്ടെ. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തൃപ്രയാർ ആ ഒരു ഭാഗത്തോട്ടുണ്ടാ. നമുക്ക് എന്തായാലും നമ്മുടെ ലെഫ്റ്റ് സൈഡ് കയറിയിട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ റൈറ്റിലോട്ട് നമ്മുടെ പഴയ റോഡും ലെഫ്റ്റിലോട്ട് നമ്മുടെ പുതിയ NH66 ഭാഗങ്ങളും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോകാം. റോഡ് ക്ലോസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടി ഒന്ന് പറത്തിയിട്ട് വരാം. എന്തായാലും വണ്ടി ആ ഒരു ഭാഗം വരെയും പോകുന്നതായിരിക്കും. നല്ല റോഡാ, നല്ല ആംബിയൻസ് അല്ലേ. റോഡിൻ്റെ ഒരു അലൈൻമെൻറ്റിൻ്റെ ഒരു ഭംഗിയാണ് നോക്കി, ഒരു ചെറിയ കർവോടൊക്കെ കൂടി അല്ലേ, ചെറിയൊരു ഇതിലാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തൃപ്രയാർ സ്പോർട്സ് എന്താ പറയുക ഇൻഡോർ സ്റ്റേഡിയം അല്ലേ, കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. എന്തായാലും ഈ റോഡ് ആ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അണ്ടർപാസിൻ്റെ ടോപ്പിലോട്ട് നമ്മുടെ ഈ റോഡ് മുട്ടിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലായിരിക്കും. എന്തായാലും നമുക്ക് വണ്ടി ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ആ ഒരു ഭാഗത്ത് വിഷ്വലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം.
വണ്ടി വളച്ചു വരാല്ലേ ഇങ്ങനെ വണ്ടി വളച്ചു വരാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അണ്ടർപാസാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് ലുലു മാള് കാണാം അല്ലേ, റൈറ്റ് സൈഡിൽ. നമുക്ക് നേരെ ഇറങ്ങിയിട്ട് വിഷ്വലെടുക്കാം. കണ്ടാ തൃപ്രയാർ അണ്ടർപാസിന് മുകളിലോട്ടുള്ള റോഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മാത്രമാണ് ഭാഗികമായിട്ട് പണികളൊക്കെ നിർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിയിൽ നിന്നുള്ള പെയിൻറ്റിങ്ങും പുട്ടി വർക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് നടുക്കായിട്ട് ഡിവൈഡർ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തൃപ്രയാർ അണ്ടർപാസിൻ്റെ മുകളിൽ അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അയ്യവാ നൈസ്. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം വരെ പോയിട്ട് നോക്കിയിട്ടാം. ഇനി നമുക്കേ ആ ഒരു സൈഡിലോട്ട് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ തന്നെ അപ്പുറത്ത് കൂടെ കറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. തൃപ്രയാർ പഴയ റോഡ് നമുക്കിവിടെ കാണാം. അമ്പലത്തിനോട്ട് പോകുന്ന ആ റോഡ് അവിടെ കാണാം. അണ്ടർപാസ്. അപ്പോൾ വടക്ക് നിന്ന് തൃപ്രയാർ വരെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി അങ്ങോട്ട് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞില്ല. ആ ഒരു ഭാഗത്തായിട്ട് യൂസഫലിക്ക് വേണ്ടി ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അയാളുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പോകാനായിട്ട്. തൃപ്രയാർ അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വർക്കുകൾ കുറച്ച് സർവീസ് റോഡുകളുടെ വർക്കുകൾ, ക്രോസിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. നമ്മുടെ തൃപ്രയാർ അണ്ടർപാസ്. അടുത്തതായിട്ട് നമ്മുടെ വണ്ടി കയറാൻ സാഹചര്യമുള്ളത് ഈ ഒരു ഭാഗത്തുണ്ട്. വലപ്പാട് റോഡിലൂടെയാണ് നമ്മൾ കിടക്കുന്നത്. വലപ്പാട് പഴയ ഹൈവേയിൽ നിന്ന് വന്ന് നമ്മൾ വലപ്പാട് പുതിയ NH66 ഭാഗത്തോട്ടാണ് നമ്മൾ എത്താൻ പോകുന്നത്. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. റോഡിലോട്ട് കയറാൻ കുറച്ച് ടാസ്ക് ആണെങ്കിൽ നമ്മൾ ഈ ഒരു മിഷൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നതായിരിക്കും കേട്ടോ. വലപ്പാട് നിന്ന് നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ടാണ് പോകുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തോട്ട് സർവീസ് റോഡും കാര്യങ്ങളും മുട്ടിയിടണമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും മെയിൻ ഹൈവേയുടെ വർക്കുകളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് കേട്ടോ. ആ ഒരു ഭാഗം മാത്രം ഉണ്ടായുള്ളൂ കേട്ടോ ടാറിങ് കഴിയാത്തത്. കാരണം വെച്ചാൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഭാഗത്ത് പെൻഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് എത്തിരുന്നത് കേട്ടോ. രണ്ട് സംഭവം വലപ്പാട് കുരിശുപടി, അതേപോലെ തന്നെ വലപ്പാടെന്ന് അങ്ങനെ രണ്ട് ഇതുണ്ടോള്. വലപ്പാട് അണ്ടർപാസിൻ്റെ ഭാഗത്തോടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം വരെ ടാറിങ് റോഡ്, പിന്നെ ടാറിങ് റോഡ് അവസാനിക്കുന്നു. വലപ്പാട് അണ്ടർപാസ്. എന്തായാലും ഈ ഒരു സർവീസ് റോഡ് പിടിച്ച് പോവാം. നമ്മളിപ്പോൾ ഈ ഒരു വഴി വരുമ്പോൾ നമ്മുടെ സർവീസ് റോഡ് റൈറ്റിലും ലെഫ്റ്റിലും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലും വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വലപ്പാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് തിരിച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ട് തന്നെയാണ് നമ്മുടെ യാത്ര പോകുന്നത്. സർവീസ് റോഡും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും ടോപ്പിലെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ നിഗമനം. ആ ഒരു ഭാഗത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. ഈ ഒരു ഭാഗത്തെ ഇന്നർ ടാറിങ് വെച്ചാൽ ഹൈവേയുടെ ഉള്ളിലെ ടാറിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ തന്നെ കാണാം വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു വലപ്പാട് ഈ ഒരു ഭാഗത്തെ നമ്മുടെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് വണ്ടികളൊക്കെ പോകുന്നു. ആ ഒരു വഴി വരെ ഉള്ള യാത്ര. പിന്നെ അവിടെ നിന്ന് ടാസ്ക്കാന്ന് തോന്നുന്നു. കാര്യത്തിൽ പോയ 1-2 വണ്ടികൾ അതേപടി തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. വണ്ടികൾ തിരിച്ചു വന്ന വേറെ ഒന്നല്ല കേട്ടോ. അതേ അടുത്തൊരു അണ്ടർപാസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുള്ളത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് അവിടെയും വരെ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ സൈഡ് മാത്രം ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡ് വെച്ചാൽ നമ്മൾ കാണുന്ന സൈഡ് നമ്മുടെ അണ്ടർപാസിൽ നിന്ന് ഇറങ്ങുന്ന സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല. കലിപ്പടിച്ച് പൊക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ഈ റോഡപ്പം ഈ ആനവിഴുങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് വീണ്ടും പഴയ ഹൈവേ ആയിട്ട് ടച്ച് ആവുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് റൈറ്റിലൂടെ ഗതാഗതമില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നവർ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെയാണ് 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ നടത്തുന്നത്. നമ്മളപ്പോൾ ആനവിഴിക അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ 3 പിടിക പെരിഞ്ഞനം ആ ഒരു ഭാഗം ലക്ഷ്യമാക്കി വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ആനവിഴിക അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ 6 ലൈൻ ഹൈവേയിലൂടെ വീണ്ടും മനോഹരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ. എന്നാലും ഈ ഒരു സർവീസ് റോഡും ലെഫ്റ്റ് സൈഡിലുള്ള മെയിൻ റോഡും മാത്രമേ ഇപ്പോൾ യാത്ര യോജ്യമായിട്ട് അനുവദിച്ചിട്ടുള്ളൂ. നമ്മളപ്പോൾ എടമുട്ടം പായച്ചോട് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് എടമുട്ടം സെൻറ്ററിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് കടകൾ, ടർഫ് അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ കാണാം. നമ്മളങ്ങനെ ഈ സെൻറ്ററിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എടമുട്ട സെൻറ്റർ വരെ ഈ റോഡ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭാഗികമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എടമുട്ടത്തെ ആ ഒരു സ്കൂള് പൊളിച്ച ന്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടിരുന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് ഹൈവേയുടെ ഭാഗമായിട്ട് സ്ഥലമെടുത്തതാണ്. അപ്പോൾ ഒരുപാട് സമയം കൊടുത്തിരുന്നു, വെക്കേഷൻ വരെ അവർക്ക് സമയം കൊടുത്തിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിലാണ് ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ചത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു നമ്മുടെ എടമുട്ടം പഴയ സ്കൂളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പൊളിച്ചു പോയി അല്ലേ. നമ്മുടെ എടമുട്ടം ഈ ഒരു ഭാഗം മാത്രം വർക്കുകൾ കുറച്ച് സ്ലോ ആയിരുന്നു. ഇപ്പോൾ അത് നടത്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡിലൂടെയാണ് യാത്ര അനുയോജിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് മറ്റുള്ളതിനെ വെച്ച് വീതി കുറവ് പോലെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം വലിയൊരു ബസ് വരുന്ന സമയത്തൊക്കെ കുറച്ച് ഒതുക്കാൻ സ്ഥലം പോരായ്മ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സർവീസ് റോഡുകൾ കയറി വാടാനപ്പള്ളിയിൽ നിന്ന് വന്നു. അപ്പോൾ അതും വിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ പ്രയാസം തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം. എന്തായാലും എൻ്റെ ഒരു കമൻട്രിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ എടമുട്ടം പാലപ്പെട്ടി വളവിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപകട വളവ് പാലപ്പെട്ടി വളവിനെ ശരിക്കും നമ്മുടെ ഈ ഹൈവേ നിവർത്തിയിരിക്കുകയാണ്. എടമുട്ടം അണ്ടർപാസിൻ്റെ വിഷ്വലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് എന്തായാലും നേരെ പോകാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് റൈറ്റിലോട്ടാണ് നമ്മുടെ റോഡ്. പക്ഷേ ഈ ഒരു സർവീസ് റോഡിലൂടെ പോയാൽ എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. എടമുട്ടം അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലുള്ള അതുപോലെ ക്രാഷ് ബാരിയറും ഡിവൈഡറും മാത്രമേ ഇനി വാർക്കാനുള്ളൂ. നമ്മുടെ റീറ്റേൺ വാളുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ണടിച്ച് ഫില്ല് ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ റോഡ് എവിടെയും വരെ എത്തുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സർവീസിലൂടെ പോകട്ടെ. ആ ഒരു വലിയ വളവും തിരിവൊക്കെ ഒഴിവായിട്ട് നമുക്ക് ഈ റോഡിലൂടെ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ആ ഏറ്റവും വരെ തിരിച്ചു വരാണ്ടിരിക്കാൻ മാക്സിമം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇവരുടെ മെറ്റീരിയൽ ഐറ്റംസും സാധനങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അടുക്കത്തെ റോഡിൻ്റെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് കമ്പിയും ഇവരുടെ മെഷീനറികൾ, ചീത്ത മെഷീനറികൾ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. കൊടുത്തുമ്പോൾ ഈ വഴി ഇവിടെ വെച്ച് ഇങ്ങനെ നൈസായിട്ട് കുഴിയും മച്ചാനും വെള്ളമൊക്കെ ആയിട്ട് എൻഡാകണം. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താവും എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. അങ്ങോട്ടാണെങ്കിലും വഴി ഇങ്ങനെയാണ്, ഇത് കുഴിയാണ്, കയറി നോക്കാം. ഒരു വഴി എന്തായാലും വണ്ടി പോകുന്നതല്ല മക്കളെ. അപ്പം നമുക്ക് തിരിച്ച് ഇനി എടമുട്ടം പാലപ്പെട്ടി ആ ഭാഗത്തോട്ട് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് തിരിച്ച് നമുക്ക് പഴയ റോഡ് പിടിച്ചിട്ട് വേണമെങ്കിൽ അടുത്തൊരു ഭാഗത്തോട്ട് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തെ കണക്ഷൻ ക്ലിയർ ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. നമ്മൾ വന്ന സർവീസ് റോഡാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ചെൻഡായി. ഇനി അവിടെ സർവീസ് റോഡ് വഴി വെട്ടി തെളിച്ചിട്ട് വേണം സർവീസ് റോഡ് പണിയാനായിട്ട്. ഈ ഒരു ഭാഗം നോക്കി ഫുള്ള് സ്ക്രാപ്പ് ഐറ്റവും മറ്റേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. ഇവിടെ ഒരു പ്രണയമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും. നമ്മളങ്ങനെ അടുത്തൊരു റോഡിൻ്റെ ഭാഗത്തോട്ട് എത്താൻ വേണ്ടി ഈ ഒരു ഷോർട്ട് കട്ട് കൂടെ ചന്ദ്രാപ്പിൽ നിന്ന് കയറേണ്ട. ഈ ഭാഗത്തായിട്ട് എന്താണ് ഓഡിറ്റോറിയോ വീടാ, അല്ല വലിയൊരു ബിൽഡിങ് വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇത് എവിടെയും വരെയും പോകും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇതും ശോകമുണ്ട മക്കളെ. ഇതിലെന്തായാലും നമുക്ക് യാത്ര. ഇത് നമ്മൾ നേരത്തെ വന്ന് കയറിയ ആ ഒരു വഴി തന്നെ കേട്ടോ. മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ നേരത്തെ വന്നിട്ട് ഈ ഒരു വഴിയാണ് വളച്ച് തിരിച്ച് പോയത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പണി പാളിയല്ല. അങ്ങനെ നമ്മൾ ആ ഒരു യാത്ര വിഫലമാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു വഴി കയറിയാണ് വന്നത്. അപ്പോൾ അതേ നമ്മുടെ പഴയ ഹൈവേയും പുതിയ NH66 ഭാഗവും കൂടി കൂട്ടിമുട്ടുന്നു. നമ്മുടെ ഹൈസ്കൂൾ റോഡ് അണ്ടർപാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വടക്കോട്ട് യാത്രയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. തെക്കോട്ട് യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഭാഗത്തുമ്പോൾ കുറച്ച് ദൂരം നമ്മുടെ പഴയ കൊപ്രക്കളം ഏരിയ ഉണ്ട്. കൊപ്രക്കളം ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുമ്പോഴും നമ്മുടെ റോഡ് ഏകദേശം പണി കഴിഞ്ഞ ഒരു രീതിയിലോട്ടൊക്കെ ഏകദേശം ഒരു ചായവൊക്കെ ഉണ്ടല്ലേ. 4 റോഡും നമ്മുടെ സർവീസ് റോഡും മെയിൻ റോഡ് രണ്ടും കൂടി പണി കഴിഞ്ഞിട്ടുണ്ട്. ഭാഗികമായിട്ടാണെങ്കിൽ പോലും ഒരു ഫിനിഷിങ് ആ ഒരു ഭാഗത്തൊന്നും യാത്ര അനുയോജ്യമാക്കിയിട്ടില്ല. 2 സർവീസ് റോഡുകളും റൈറ്റ് സൈഡിലുള്ള ഈ ഒരു 1 വേയാണ് നമുക്കിപ്പോൾ പ്രവർത്തനം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് മാറ്റി ഗതാഗതം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യാത്ര ഇത്ര സുന്ദരമായിട്ട് ആ ഒരു നിശ്ചിത ഏരിയ വരെ നമുക്ക് ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുമ്പോഴത്തേനും റോഡിൻ്റെ വീണ്ടും എൻഡിങ് ആയി സർവീസ് റോഡ് ചേർന്നാണ് വീണ്ടും യാത്ര. ഈ ഒരു ഭാഗത്ത് അണ്ടർപാസിലോട്ടുള്ള കയറ്റം റാമ്പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. റാമ്പ് സെറ്റായിട്ടില്ല. അപ്പോൾ അതിൻ്റെ വർക്കുകൾ പെൻഡിങ്ങിലാണ്. ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ വലിയ ഭാരവണ്ടികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ സർവീസ് റോഡുകളിലെ ഇവിടെയുള്ള യാത്രകളൊക്കെ വളരെ ദുരിതപൂർവമാണ് കേട്ടോ. കയ്പമംഗലം കാളമുറി അണ്ടർപാസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ 1 സൈഡ് വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഫുള്ളി അണ്ടർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. പില്ലർ അടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ ഒരു ഭാഗത്ത് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്താനോ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ പെൻഡിങ് ആണ്. റീറ്റെയിൻ വാളുകൾ 2 സൈഡിലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മെറ്റലടിച്ച് പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. ഈ ഭാഗം കുറച്ചധികം ദൂരം ഈ ഒരു സർവീസ് റോഡ് തന്നെയാണ്. കാളമുറി ഇങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ റോഡുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിലെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ റോഡ് പഴയ റോഡ് തന്നെയാണ്. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വഴിയമ്പലം റെയില് നമ്മൾ 3 അടിയേക്ക് മുന്നായിട്ടുള്ള വഴിയമ്പലം എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുമ്പോൾ റോഡ് റൈറ്റിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴിയമ്പലം എത്തുന്നതിന് മുന്നുള്ള റോഡുകളുടെ വർക്കുകൾ കുറച്ച് പെൻഡിങ് ആണ്. അപ്പോൾ വഴിയമ്പലത്തിൽ നിന്ന് നമുക്ക് റൈറ്റിലൂടെ കയറി പോകാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ റോഡ് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വഴിയമ്പലം അണ്ടർപാസ് വൈറ്റ് അടിച്ചിട്ടേക്കണം അല്ലേ. എന്തായാലും പോക്ക് ടാസ്ക്കാണ് മക്കളെ. നമ്മുടെ ഈ ഒരു വണ്ടിയും വെച്ചിട്ട് ആ ഒരു വഴി പോകാൻ വെച്ചാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ ഈ റോഡപ്പോൾ കൊറ്റംകുളം പെരിഞ്ഞനം ഈ ഒരു ഭാഗത്തുമ്പോഴാണ് നമ്മുടെ റോഡ് അണ്ടർപാസ്സാണ്. കൊറ്റംകുളം അണ്ടർപാസ്സാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ കൊറ്റംകുളം ഭാഗത്തുമ്പോഴാണ് നമ്മുടെ റോഡ് പഴയ ഹൈവേയായിട്ട് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിനിടയിൽ 3 അടി പെരിഞ്ഞനം അണ്ടർപാസുകളുടെ വീഡിയോസൊക്കെ വിഷ്വലി എടുത്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി പോകാനായിട്ട് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരിൽ വരുന്ന വഴിക്ക് വാടാനപ്പള്ളി മുതൽ നമ്മൾ കൊടുങ്ങല്ലൂർ കോതോറും വരെ നമ്മൾ ഈ ഒരു വിഷ്വൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിഷ്വൽ ചെയ്യുന്നത്. അപ്പോൾ ഭാഗികമായിട്ട് ഇനി ഉള്ളിലോട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മെയിൻ ഹൈവേ ആയിട്ട് ഇപ്പോൾ പഴയ ഹൈവേ മെയിൻ ഹൈവേ ആയിട്ട് ടച്ചായി പോകുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്ത് കയറിയപ്പോൾ നമ്മുടെ അടിത്തട്ടി ശരിക്കും ഉരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ മനസ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചത്തു. അപ്പോൾ എന്തായാലും ഇനി പോകുന്ന വഴിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പുന്നക്കുരു ആ ഒരു പുന്നക്കുരു ബസാർ അല്ലെങ്കിൽ പുന്നക്ക ബസാർ എത്തുന്നതിന് മുന്നായിട്ടുള്ള നമ്മുടെ റോഡിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ വർക്കുകൾ റീറ്റെയിൻ വാളുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുന്നക്കുരു ബസാർ അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് റീറ്റെയിനിങ് വാളുകൾ പൊന്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പുറത്തെ വശം നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന വശം റീറ്റെയിൻ വാളുകൾ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റീറ്റെയിൻ വാളുകളുടെ വർക്കുകൾ മാത്രമാണ് കുറച്ച് പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിക്ക് നമ്മുടെ പുന്നക്കുരു അണ്ടർപാസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴിയും വണ്ടി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷ്വൽ വിട്ട് കളയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കൂട്ടിമുട്ടുന്ന ശ്രദ്ധിച്ചെടുക്കാം. എന്തായാലും ഞാൻ ഈ ഒരു വിഷ്വൽ ഇവിടെ നിർത്തുന്നില്ല. കാരണം വെച്ചാൽ ഇതൊരു അപകടം പിടിച്ച വളമാണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഒരു വഴീനെ ശരിക്കും നിവർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു റോഡ് വന്നിട്ടുള്ളത് കേട്ടോ.
പുതിയ കാവ് വളവാണിട്ടത്. ഒത്തിരി നൈസ് വളവാണിത്. ഈ വളവിലൂടെ വരുമ്പോൾ ഒരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാവും. ഒരുപാട് കൊട്ടകൾ, പഴയകാല ഒരു നൊസ്റ്റാ ഫീലാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും അപകടങ്ങൾ, ദിവസേന എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തട്ടുമുട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. കാരണം വെച്ചാൽ ഒരു 2-3 വളവുകളാണ് ഈ ഒരു റോഡിൽ കേട്ടോ. അപ്പോൾ അത്യാവശ്യം പൂശി വരുന്നവർ, വീശി വളച്ച് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് കൺട്രോൾ കിട്ടാതെ തട്ടുന്നൊരു സാഹചര്യം. അതേപോലെ തന്നെ ഉറക്കം ക്ഷീണത്തിൽ വരുന്നവർക്കൊക്കെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ തട്ടൽ കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. വളവുകൾ ഭയങ്കര വളവുകളാണ്. അപ്പോൾ ഈ വളവുകളെ നിവർത്തിക്കൊണ്ടാണ് നമ്മുടെ പുതിയ NH66 പാസ്സാവുന്നത് ആ ഒരു വഴിയിലൂടെ. അപ്പോൾ ഇനി അടുത്ത NH66 കൂട്ടിമുട്ടുന്ന നമ്മുടെ പഴയ ഹൈവേ പുതിയ ബൈപ്പാസ് നമ്മൾ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് അടുത്ത വിഷ്വൽസ് പകർത്താം. നമ്മളങ്ങനെ പുതിയകാവ് പള്ളി വളവ് ആ ഒരു ഭാഗമൊക്കെ എടുത്തിട്ട് പള്ളി വളവ് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചക്കരപ്പാടം, റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർപാസ് ആ ഒരു ഭാഗത്തോട്ട് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോയിട്ട് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മളിത് ആ മതിലകം അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മതിലകം പാലമൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ മതിലെ അണ്ടർപാസ് കണ്ടു, പഴയ ഹൈവേയിലൂടെ തിരിച്ചു വന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് SM പുരം അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ. SM പുരം ഏകദേശം 400 മീറ്ററോളം ഉള്ളിലോട്ട് ഓടിയിട്ടാണ് നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ റോഡിൻ്റെ ഭാഗത്തോട്ട് എത്തുന്നത് കേട്ടോ. മതിലം തുടങ്ങി വീണ്ടും റോഡ് നമ്മുടെ ഉള്ളിലൂടെ തന്നെ പോകുന്നത്. ഏകദേശം 5-ാം പരത്തി ആ ഒരു റേഞ്ചൊക്കെ എത്തുമ്പോഴാണ് റോഡ് പിന്നെ നമ്മുടെ പഴയ ഹൈവേയുടെ കൂട്ടി വന്ന് മുട്ടുന്നത്. അങ്ങനെ നമ്മളിത് SM പുരം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല നീളത്തിൽ ഇവിടെ തുടങ്ങി അങ്ങോട്ട് ഒരു എന്താ പറയുക കണക്റ്റായിട്ടൊരു വയഡക്റ്റ് പോലെയാണ് അവിടെ ഏറ്റവും വരെ പോകുന്നത് കേട്ടോ. നമ്മുടെ 5-ാം പരത്തി ആ ഒരു റേഞ്ച് വരെ ഈ ഒരു ലെവലിലാണ് പോകുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. നമ്മുടെ SM പുരം അണ്ടർപാസ് കം വയഡക്റ്റ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ വയഡക്റ്റാണ് ഇത്. തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ മതിലകത്തിൻ്റെ ഒരു പകുതി തുടങ്ങി നമ്മുടെ 5-ാം പരത്തി SM പുരം 5-ാം പരത്തി ആ ഒരു ഭാഗം വരെ നമ്മുടെ ഈ വയഡക്റ്റ് നീണ്ടു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം നമ്മുടെ ഈ വയഡക്റ്റിൻ്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടോപ്പിലെ എല്ലാ വർക്കുകളും തന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. ബസ്സുകളിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ച് പെൻഡിങ്ങേ ഉള്ളൂ. നമ്മുടെ ഇത് സർവീസ് റോഡൊന്നുമല്ല, നിലവിലത്തെ നമ്മുടെ പഴയ റോഡ് തന്നെയായിട്ട് ഈ കാണുന്നത്. ഈ ഒരു ഭാഗം കുറച്ച് 2 സൈഡിൽ നിന്നും സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം വന്ന് നമ്മുടെ റീറ്റേണിങ് വാളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു വാളുമൊക്കെ വേണം നമ്മുടെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ റീറ്റേണിങ് വാളുകളും സംഭവങ്ങളൊക്കെ പൊക്കി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ 1 സൈഡ് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മുടെ ഈ ഒരു ഭാഗം തുടങ്ങി നമ്മുടെ സർവീസ് റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ റോഡ് റൈറ്റ് സൈഡിൽ കൂടെയാണ്, ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോയിരുന്നത്. ഈ ഒരു ഭാഗമൊക്കെ നമ്മുടെ പുതിയ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെയാണ് കാണുന്നത്. നമ്മളങ്ങനെ എന്താ പറയുക പള്ളിനട ആ ഒരു റേഞ്ചിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഡിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ. പള്ളിനട ജംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മെയിൻ ഹൈവേ അവിടെ പൊന്തി കെട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗമൊക്കെ ലാസ്റ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. വർക്കുകൾ ഏകദേശം ഒരു മാസത്തിലെ വ്യത്യാസത്തിൽ വളരെ സ്പീഡിലാണ് ഈ ഒരു ഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പുരിബസാർ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ്. നല്ല തിരക്കുള്ളൊരു അന്തരീക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോതറമ്പ് ആലത്തുമ്പ റോഡ് വീണ്ടും 2ാണ് വാസുദേവവിലാസത്തിനെ നേരെയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ റോഡ് പോകുന്നത്.
നമ്മളിപ്പോൾ പഴയ ഹൈവേയിലൂടെ തന്നെയാണ് ഏകദേശം ഒരു 300-350 മീറ്റർ കൂടി എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ റോഡ് പഴയ ആ ഒരു ഭാഗവുമായിട്ട് മുട്ടുന്നതാണ്. അങ്ങനെ വാസുദേവ വിലാസത്തിനെ നിവർത്തിക്കൊണ്ട് നമ്മുടെ ഹൈവേ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അവസാന സ്പോട്ടായ എൻ്റെ നാടായ കൊടുങ്ങല്ലൂർ കോതറമ്പിലോട്ടാണ്. ഞാൻ ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിഷ്വൽസ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് നമ്മുടെ ഈ കോതറമ്പ് ഭാഗങ്ങളൊക്കെ നോക്കിയാൽ തന്നെ വേണം. അപ്പോൾ എനിക്ക് ലെഫ്റ്റിലൂടെ വേണം പോകാനായിട്ട് കേട്ടോ. പക്ഷെ നമ്മൾ റൈറ്റിലൂടെ നൈസായിട്ട് പോയിട്ട് കട്ട് ചെയ്യാം. ടേക്ക് എ ഡീവിയേഷൻ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വഴി പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുൻപ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ക്ലോസ് ചെയ്തിരുന്നതാണ്. ആ ഒരു ഭാഗത്ത് വർക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അണ്ടർപാസിൻ്റെ ഏരിയ വരുമ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു. കാരണം ഇപ്പോൾ ബസ് വരുന്ന ഒരു ഏരിയ കണ്ടത് നിങ്ങൾ, ആ ഒരു ഏരിയയിലൂടെയാണ് 2 സൈഡിലൂടെയുള്ള വണ്ടികൾ പ്ലസ് കോതറമ്പ് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ, കോതറമ്പ് തീരദേശത്ത് ഭാഗത്ത് നിന്ന് വരുന്ന എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ വന്നിരുന്നത്. ഈ ഒരു ഭാഗം നല്ല ബ്ലോക്ക്ഡ് ആയിരുന്നു കേട്ടോ. നമ്മുടെ റോഡിൻ്റെ വീഡിയോ വാടാനപ്പള്ളി മുതൽ കോതറമ്പ് വരെ എല്ലാവരും കണ്ടു. മൈന്യൂട്ടായിട്ടുള്ള ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സെഡാൻ മോഡലാണ്. അതന്നെ ഏറ്റവും താഴ്ന്ന നിൽക്കുന്ന ബോഡി ഭയങ്കരമായിട്ട് ഇറങ്ങിയൊരു ടൈപ്പാണ്. അപ്പോൾ ആ ഒരു വണ്ടി വെച്ച് നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടം വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.